ഫ്ലാഷ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്ലാഷ് ന്യൂസ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഫേസ്ബുക്കിൽ ഫ്ലാഷ് ന്യൂസിന്റെ പേജ് ആദ്യമായി കാണുന്നവർ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. നമസ്കാരം. ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്തെ അമ്മാവൻ എന്ന് വിളിക്കപ്പെടുന്ന സെബാസ്റ്റ്യന്റെ ട്രാക്കുള കോട്ട എന്ന് നാട്ടുകാർ ഇപ്പോൾ പറയുന്ന വീട്ടിലെ ഗ്രാനൈറ്റ് പാകിയ തറ പോലീസ് പൊളിച്ചിരിക്കുന്നു. കേരളത്തിലെ ധർമ്മസ്ഥല എന്ന് അറിയപ്പെട്ടിരുന്ന സെബാസ്റ്റ്യന്റെ വീടിന്റെ ഗ്രാനൈറ്റ് പാകിയ മുറി, ഒരേ ഒരു മുറി മാത്രമാണ് സെബാസ്റ്റ്യൻ ഗ്രാനൈറ്റ് പാകിയിട്ടുള്ളത്. ബാക്കി എല്ലാ മുറികളും ടൈൽസ് ആണ് പാകിയിട്ടുള്ളത്. ഈ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്ന മുറി പൊളിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ മനുഷ്യന്റെ അസ്ഥികളാണ് കിട്ടിയിരിക്കുന്നത്. അതായത് അത് വലിയൊരു ശവക്കല്ലറ തന്നെയാണ് എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളം നടുങ്ങി വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ 65 വയസ്സുകാരനായ സെബാസ്റ്റ്യൻ എങ്ങനെയാണ് നാട്ടിൽ കാണാതായി എന്ന് പറയുന്ന ഈ 4 സ്ത്രീകളെ വകവരുത്താൻ സാധിക്കുക എന്നുള്ളതെല്ലാം ദുരൂഹം തന്നെയാണ്. ഒരുമിച്ചല്ല, പല കാലഘട്ടങ്ങളിൽ ആയിട്ടാണ് ഈ സ്ത്രീകളെ കാണാതായിരിക്കുന്നത്. 2006 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിലാണ് കോട്ടയത്തു നിന്നും ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 4 സ്ത്രീകളെ കാണാതായിരിക്കുന്നത്. ഈ 4 സ്ത്രീകളെയും പിന്നീട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നത് തന്നെയല്ല, സെബാസ്റ്റ്യന്റെ വീടും പുരയിടവും കുഴിച്ചു നടത്തിയ പരിശോധനയും കിട്ടിയ തലയോട്ടിയിൽ കണ്ട പല്ലിട്ട ക്ലിപ്പ് കാണാതായ ഐഷ എന്ന് വിളിക്കുന്ന ഹൈറുമ പല്ലിൽ ക്ലിപ്പിട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും തലയോട്ടിയും പല്ലുമെല്ലാം DNA പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നു. സ്ത്രീയുടെ എല്ലുകളും തലയോട്ടിയുമാണ് കിട്ടിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറെ ഞെട്ടലോടുകൂടി തന്നെയാണ് നാട്ടുകാർ ഇത് കേരളം കേട്ടുനിന്നത്. അടുത്ത കാലത്ത് ധർമ്മസ്ഥലയിലായിരുന്നു ആയിരക്കണക്കിന് സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇതുപോലെ ബലാത്സംഗത്തിന് ഇരയാക്കി, ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ശേഷം ശുചീകരണ തൊഴിലാളികളെ കൊണ്ട് കാര്യക്കാർ കുഴിപ്പിച്ചിട്ടത്. ഗംഗാവലിപ്പുഴയുടെ തീരത്താണ് ഏതാണ്ട് 1 ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ തീരത്ത് 1000-ലധികം ശവശരീരങ്ങൾ കുഴിച്ചിട്ടുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി പോലീസിനോട് വെളിപ്പെടുത്തിയതുപോലെ തന്നെ നടുക്കമുളവാക്കുന്ന മറ്റൊരു വാർത്തയായിരുന്നു ചേർത്തലയിലെ ധർമ്മസ്ഥല എന്നറിയപ്പെടുന്ന സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടന്ന ഈ ക്രൂരകൃത്യങ്ങൾ. എന്നാൽ പോലീസ് ഇപ്പോഴും ഈ 4 സ്ത്രീകളെ വകവരുത്തിയത് സെബാസ്റ്റ്യനാണ് എന്ന് തെളിയിക്കാൻ പറ്റാത്ത രീതിയിൽ വഴിമുട്ടി നിൽക്കുമ്പോഴും ഈ സ്ത്രീകളെ കാണാതായതിന്റെ ദുരൂഹതയ്ക്ക് പിറകിൽ സെബാസ്റ്റ്യന്റെ കറുത്ത കൈകൾ തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ്. ഇതിലേക്ക് നിർണായകമായ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. ഐഷയുടെ തൊട്ടയൽവർക്കാരി ആയിരുന്ന, അവർ ഒരു വീട് പോലെ കഴിഞ്ഞിരുന്ന റോസമ്മ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയും ഇപ്പോൾ സെബാസ്റ്റ്യനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. റോസമ്മയെ സെബാസ്റ്റ്യൻ ഒരു വേള കല്യാണം വരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് റോസമ്മ പറയുന്നത്. ഒരു പള്ളിയിൽ ധ്യാനത്തിന് പോകുമ്പോഴാണ് സെബാസ്റ്റ്യനെ പരിചയപ്പെട്ടത്. പിന്നീട് വീട്ടുകാരുമായി അകന്നു കഴിയുന്ന റോസമ്മയോട് വിവാഹമോചനം നടത്തിയ സെബാസ്റ്റ്യൻ വിവാഹ അഭ്യർത്ഥന നടത്തി എന്നാണ് റോസമ്മ പറയുന്നത്. റോസമ്മയുടെ സ്ഥലം വിറ്റുകൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം സെബാസ്റ്റ്യൻ റോസമ്മയ്ക്കരികിലേക്ക് എത്തിയത്. അന്നേ സെബാസ്റ്റ്യനെ അകറ്റി നിർത്തിയതിനാൽ തനിക്ക് ഇപ്പോൾ ജീവനോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നും, അല്ല എന്നുണ്ടെങ്കിൽ ഐഷയെ പോലെ തനിക്കും ആ ഗതി വരുമായിരുന്നു എന്ന് തന്നെയാണ് റോസമ്മ പറയുന്നത്. ഐഷ തന്റെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ തന്നെയായിരുന്നു കണ്ടിരുന്നതെന്നും അങ്ങനെയാണ് നമ്മൾ ജീവിച്ചിരുന്നത് എന്നും റോസമ്മ പറയുമ്പോൾ എന്നാണ് ഐഷയെ കാണാതായത് എന്നതിനുള്ള കൃത്യമായ തീയതിയൊന്നും റോസമ്മയ്ക്ക് ഓർമ്മയില്ല എന്ന് കൂടി പറയുന്നു. എന്തായാലും റോസമ്മ ഐഷയെ കാണാതായതിനു ശേഷം ഐഷയുടെ ഫോണിൽ നിന്നും റോസമ്മയ്ക്ക് ഫോൺ വിളികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ കാണാതായ 4 സ്ത്രീകളുടെയും സ്വർണ്ണാഭരണങ്ങളും ഭൂമിയും അടക്കമുള്ള സ്വത്തുക്കൾ സെബാസ്റ്റ്യൻ തട്ടിയെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. സെബാസ്റ്റ്യന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഏകദേശം 2 കോടി രൂപയോളം കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ സെബാസ്റ്റ്യന്റെ വരുമാനം എന്താണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ തിരക്കിക്കൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടിരുന്ന സ്ത്രീകൾ എല്ലാവരും നാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളായിരുന്നു. ഏതാണ്ട് 40-നും 55-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ തന്നെയായിരുന്നു. ഇതിൽ ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന സ്ത്രീ MBA-കാരി കൂടിയായിരുന്നു. അവരുടെ അച്ഛൻ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ അച്ഛൻ അവർക്ക് കൊടുത്ത സ്വത്ത് മുഴുവൻ സെബാസ്റ്റ്യനാണ് അടിച്ചെടുത്തത് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്.